എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അനി നന്ദുവിൻ്റെ മുറിയിലായി പോയി. അതിൻ്റെ ടെൻഷനാണ് നന്ദുവിന്. നന്ദു പറയുന്നുണ്ട് ടെൻഷൻ കാരണം എൻ്റെ തല പിളരുന്ന പോലെ എനിക്ക് തോന്നുവാണ് എന്നൊക്കെ പറയുമ്പം അനി പറയുന്നുണ്ട് എനിക്കും ടെൻഷൻ ഉണ്ടായിരുന്നു നിന്നെ കാണാത്തതുകൊണ്ട്. അതൊക്കെ പോയി, ടെൻഷനൊക്കെ പോയി ഒന്ന് റിലാക്സ് ആയത് ഇപ്പോഴാണെന്നാണ് അനി പറയുന്നത്. ഈ സമയം പുറത്ത് നിന്ന് സംസാരിക്കുന്നുണ്ട് ഗോവിന്ദനും കനകയും. ഗോവിന്ദൻ പറയുന്നുണ്ട് ആരോ മതിൽ ചാടുന്ന പോലത്തെ ശബ്ദം ഞാൻ കേട്ടതാ, ശരിക്കും കേട്ടു എന്ന് പറയുമ്പം കനക പറയും രാത്രിയിൽ ഒരു തേങ്ങ വീണാലും ആരെങ്കിലും മതിൽ ചാടുന്ന പോലെ തോന്നും, അതായിരിക്കും, അല്ലാതെ ആരിങ്ങോട്ട് വരാനാ എന്നൊക്കെ ചോദിക്കുമ്പം വേറെ ഒന്നും കൊണ്ടല്ല, നന്ദുവിന് ഒരുപാട് ശത്രുക്കളുള്ളതാണ്, അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശം വെച്ച് ആരെങ്കിലും വന്നാലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് രണ്ടുപേരുടെ നേരെ നന്ദുവിൻ്റെ റൂമിലേക്ക് ചെല്ലുവാണ്. എന്നിട്ട് നന്ദുവിന് ഒരു കൂട്ടായിട്ട് കനക ആ റൂമിൽ കിടത്താമെന്ന് പറയുന്നു. അന്നേരം വേണ്ട എന്നൊക്കെ നന്ദു പറയുന്നുണ്ട്. അച്ഛൻ തന്നെ കിടന്നാൽ ശരിയാകിയല്ല, അച്ഛനും അമ്മയും ഒരുമിച്ച് കിടന്നാൽ മതി എന്നൊക്കെ പറയുമ്പം ഗോവിന്ദൻ പറയുവാണ് അത് ശരിയാകിയല്ല, ഈ സമയത്ത് മോൾക്കാണ് ഒരു സുരക്ഷിതത്വം വേണ്ടത്, അതുകൊണ്ട് കനകെ നീ ഇവിടെ കിടന്നാൽ മതി എന്ന് പറയുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ട് അനി ആ കട്ടിൻ്റെ അടിയിൽ കിടപ്പുണ്ട്. ടെൻഷനോടെ കിടക്കുന്ന അനിയും കാണിക്കുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു പ്രമോ.